നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം ഇനി വെറും 2 ദിവസം മാത്രമാണ് നമ്മുടെ അമ്പൂട്ടന്റെ ചോറുണ്ട്. നീ ഇനി വെള്ളം ഊറി നമ്മളെ വയറിളക്കരുത്, നിനക്ക് ചോറ് തരും. ഓക്കെ ഓക്കെ അമ്പൂട്ട, ഹാപ്പി അല്ലേ? അപ്പൊ ഗൈസ്, അമ്പൂട്ടന് ഇനി വെറും 2 ദിവസങ്ങൾ മാത്രം ചോറൂടിന്. അപ്പം ഇന്ന് നമ്മൾ അതിന്റെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. എനിക്ക് വേണ്ട, എനിക്ക് സാരി ഓൾറെഡി ഉണ്ടല്ലോ. ഞാൻ അത് പൊങ്കാലയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഒരേ കളറേ, മുണ്ട് ഒരേ കളർ ഷർട്ട്. എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഷർട്ടുകളാണ് കൂടുതലും, ഇങ്ങനത്തെ ടീഷർട്ടുകള്, ഓവർ സൈസ്. കാരണം നമ്മളൊക്കെ ട്രെൻഡ്സിന്റെ ആൾക്കാരാണ്, ഇവർക്കൊക്കെ എപ്പോഴും അല്ല. അതെ, ഇനി ആ ട്രെൻഡ്സ് മാറി ഇനി കുറച്ച് അമ്മാവൻ സ്റ്റൈലിൽ കുറച്ച് ഷർട്ട് മുണ്ടും എടുക്കണമെന്നാണ് ഏട്ടൻ പറഞ്ഞത്, അല്ലേ ഏട്ടാ? ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ അങ്ങനത്തെ കുറച്ച് ഷർട്ടുകൾ എടുക്കണം. പിന്നെ അമ്പലത്തിൽ ഇതോട്ടോണ്ട് കയറി എനിക്ക് ഓരോ അടിച്ചിറക്കും അവര്. അമ്പുവേ, എന്തോ തിന്നുന്നേ? ചിക്കൻ ബിരിയാണിയാണോ? ആദ്യം തന്നെ ഞങ്ങള് കാലൊക്കെ പിടിച്ച് കടിച്ചെടുക്കും ഇങ്ങനെ. അപ്പൊ ഇതിപ്പോ ഇന്നലെ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഇന്നലെ ബിരിയാണി ടേസ്റ്റ് ആയിരുന്നോ? യു ലൈക്ക് ഇറ്റ്? ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ 100 വട്ടം പറഞ്ഞു സൂപ്പറാ. നമുക്കേ നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് കൊള്ളാന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും അത് ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ. ഇനി നിനക്ക് നീ ഉണ്ടാക്കി തരത്തില്ല, ഇനി നിനക്ക് ഉണ്ടാക്കി തരത്തില്ല. നിനക്ക് തരത്തില്ലേ? നമുക്ക് എങ്ങനെ ചോറൊക്കെ തിന്ന് അടിച്ച് പൊളിക്കട്ടെ? അമ്പുവേ, നമുക്ക് തിന്നണ്ടേ ചോറ്? നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ്. പറയട്ടെ, എന്തേലും പറയാണ്ടോ? എന്നെ ഓവർടേക്ക് ചെയ്ത് എന്തേലും പറയാണ്ടോ? ഉറക്കം വന്നിരിക്കുക, എന്നെ കണ്ണിരിക്കുന്നുണ്ടാ? അമ്പൂനെ കണ്ണ് കാണുമ്പോൾ അറിയാം ഉറക്കം വന്നിരിക്കുകയാണെന്ന്. എന്തേലും പറയണോ? സംസാരിക്കണോ എന്തെങ്കിലും? അമ്പൂ, ഞാൻ സംസാരിച്ചോട്ടെ? എനിക്ക് സംസാരിക്കണോണ്ട് നിനക്ക് സംസാരിക്കണോ? നീ കയറി സംസാരിക്കണമെന്ന്. നമ്മളെ വീടിനടുത്ത് അടുത്തൊരു അയലോക്കവും കൂടി വരാൻ വേണ്ടി പോവുകയാണ്. ഇനി എത്ര അയലോക്കം വരും? കാരണം ഇവിടെ ഒരു വീടുണ്ടല്ലോ. അവിടെ ഇപ്പൊ ഏകദേശം തീരാറായി, നമ്മൾ അന്ന് കാണിച്ച വീട്. പിന്നെ നമ്മുടെ ഈ വീടിന്റെ അപ്പുറത്തൊരു ബാക്കിലത്തെ വീട്ടില്, പിന്നെ അവിടെ ഒരെണ്ണം പാലിച്ച് കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ആള് വന്നിട്ടില്ല. എങ്ങനെ പോയാലും ഒരു 3-4 വീട് പുതുതായിട്ട് വരും. അത് ഇങ്ങനെ തല കണ്ടോ? തല ഇങ്ങനെ കൊണ്ടുപോകുമ്പോ കൊണ്ടുകിടന്ന് ഉറക്കിട്ടോ. മറ്റേ കാക്കേ പാട്ട് ഇഷ്ടം നോക്കണേ. കാക്കയുടെ ലാസ്റ്റ് ലൈൻ ആവുമ്പം അവൻ ചിരിക്കുവേ. കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിന് തീറ്റ കൊടുക്കാനായി കുഞ്ഞു കിടന്ന് കടയൂലേ. കുഞ്ഞേ നീ തരുമോ നിന്നിലെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ല നെയ്യപ്പം. അയ്യോ കാക്കേ പറ്റിച്ചേ. അവനറിയേ ഭയങ്കര ഇഷ്ട പാട്ട്. ഈ പാട്ട് നമ്മൾ കാർട്ടൂൺ വെച്ചു കൊടുക്കത്തില്ല, പക്ഷെ ഈ ഓഡിയോ കേൾക്കും. പാട്ടൊക്കെ നമ്മൾ കേൾപ്പിക്കണം, കുഞ്ഞുങ്ങളെ സോങ് മ്യൂസിക് ഇതൊക്കെ കേൾപ്പിക്കണം കേട്ടോ. നമ്മൾ ഈ പാട്ട് ഇട്ട് കൊടുക്കും. അപ്പൊ ഇതിനകത്ത് ഈ ലൈനിലൊക്കെ ആദ്യം ഇട്ട് കൊടുക്കുമ്പോഴേ എന്തോ പറയുന്ന ഒരു സാധനം പറയും, ബൂബി എന്നിങ്ങനെ പറയും. അപ്പൊ അപ്പോഴേ അവന് മനസ്സിലാവും ഈ പാട്ടാണെന്ന്. അപ്പോഴേ ചാടി എണീക്കും. അപ്പൊ അപ്പോഴേ ബാക്കി എല്ലാത്തിൽ നിന്നും ശ്രദ്ധ മാറിയിട്ട് ഇതിലാവും ശ്രദ്ധ. എന്നിട്ട് ഇങ്ങനെ കേട്ടിട്ട് ലാസ്റ്റിൽ അയ്യോ കാക്കയെ പറ്റിച്ച് വരുമ്പോ ഭയങ്കര ചിരിയാണ് ഗൈസ്, ഭയങ്കര ചിരി. അയ്യോ കാക്കയെ പറ്റിച്ച്. ഹലോ ഡോറ ഗൈസ്. അപ്പൊ നമ്മളിത് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അമ്പൂട്ടനെ ഡ്രസ്സൊക്കെ മാറി. അമ്പൂട്ടനെ ഡോറയും നമ്മി ഇപ്പൊ ലവ്വ. കഴിഞ്ഞ ദിവസം അവിടെ തെമ്മലെ എന്താ ലവ്വാന്ന് പറഞ്ഞപ്പോ എന്തൊരു ചിരി. പോടാ അവിടുന്ന്. എന്തൊക്കെ വീൽസ് ഓൺ ദ റൗണ്ട് അതൊന്നും വേണ്ട, അത് മാത്രം മതി. ലെറ്റ്സ് ഗോ. പാലാച്ചനൊന്ന് കോസ്റ്റ്യൂമാണത്. നോക്കിയാണ് ഒരു കോലം നോക്കിയാണ്. കല്യാണമല്ല പാലാച്ച. ഇതിനേക്കാളും ബെറ്ററാ ഞാൻ. നമ്മളിങ്ങനെയൊക്കെയാ, അവൻ സാധാരണ ഇതാട്ടോ വീട്. കൊള്ളാല്ലേ? കാർ പോർച്ച് കൊള്ളാല്ലേ? നൈസായിട്ടുണ്ട്. പുതിയ ഹോമം നമ്മൾ മറ്റേ ടൈലൊക്കെ ഇട്ടല്ലേ ചെയ്തേ? ടയറും കൊള്ളാല്ലേ നമ്മളതിലെ? അടിയല്ല ടൈല്, പക്ഷെ കൊള്ളാം. പക്ഷേ ഇത് നമ്മളെ കണക്ക് വെച്ച വീട് വാങ്ങിച്ചല്ല കേട്ടോ. ഇവര് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് ഇവര് തന്നെ വെച്ചാണ് വീട്. ഇതേ നമ്മളെ വീടിന്റെ പരിസരം കണ്ടോ? എല്ലാം നല്ല അടിപൊളി വീടുകളാട്ടോ. ഇത് 2 വീട് ഇരട്ടകളാ. 2 ഒരേ കണക്കത്ത് ഒരേ ബിൽഡർ വെച്ച വീടാ അല്ലേ? ഒരമ്മ പെറ്റ പോലെ. ഇനി ഹോം തിയേറ്റർ. വീട്ടിലുണ്ട് ഹോം തിയേറ്ററിന് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. സൗണ്ട് പ്രൂഫിങ്ങിന്റെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുറത്ത് സൗണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള.
ഇവിടെ ഉള്ള TV ആണ്, അവിടെ സമയമില്ല. പിന്നെ എന്തിനാ മൃദുലേ ഹോം തിയേറ്റർ? നമുക്ക് കുഞ്ഞിന്റെ ഡയപ്പർ ഒന്നും മാറ്റിയിട്ട് ഇപ്പൊ സമയമില്ല കേട്ടോ. എവിച്ച് വരുന്നതാകുമ്പോൾ ഇവനോട് സിനിമ കാണാറാകുമ്പോൾ നമുക്ക് ഒന്നിച്ചിരുന്ന് കാർട്ടൂൺ കാണാം. സിനിമയല്ല, കാർട്ടൂൺ. സൗണ്ട് പ്രൂഫിന് വെച്ചേക്കുന്നേ അല്ലേ മൃദുലേ? സെറ്റ് ആയിട്ടുണ്ട്, സൂപ്പർ കേട്ടോ. എവിടെ പോയാലും ലൈറ്റ് കത്തിക്കും, ഒരു സമാധാനമില്ല. നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കും അമ്പൂട്ടും ഡ്രസ്സ് എടുക്കണം. അമ്പൂട്ടം ഭയങ്കര അലർച്ച എടുക്കണം. എന്തോടാ ഇവിടെ? നിന്റെ ഡോറ എന്തിന്റെ ഡോറ? നിന്റെ ലവർ ഞങ്ങളുടെ ബേബി സിറ്ററില് ഡോറ ഭയങ്കര ലവ് ആട്ടോ. ഡോറ ഞങ്ങളുടെ ബേബി സിറ്ററിൽ ഉണ്ട് കേട്ടാ. എന്തോ ഇവന് ഈ കാർട്ടൂണിലെ പെങ്കൊച്ചുകളെ കാണുമ്പോ എന്തോ ഒരു ഇളക്കം അങ്ങ്. അപ്പൊ നിന്നെ നോക്കിയ ശരിയാകണ. അത് പിന്നെ അച്ഛന്റെ അല്ലേ മോൻ. അത് പിന്നെ മത്തം കുത്തിയ പിന്നെ അവക്കാടെ വിളിക്കുവോ? അതുകൊണ്ട് അമ്മൂട്ടൻ ആ പെണ്ണിനെ കാണുമ്പോ ഒരു ചിരിയാ, ഒരു പ്രത്യേക ഒരു സ്റ്റൈലിൽ ഒരു ചിരിയാ. അല്ലേലും വേണിച്ചിട്ട് നാണം കൂടുതലാ അല്ലേ അമ്പോ? നമുക്ക് ആ പെണ്ണിനെ അങ്ങ് വളച്ചെത്താലോ. നമുക്ക് ഡോഡ വേണോ, കാക്കയിലെ പെണ്ണിനെ വേണോ, ഏത് പെണ്ണിനെ വേണോ? കുറുനരി അടിക്കാതില്ല, ബുജ്ജി കാണും കൂട്ടിന് എപ്പോഴും വാലയില്. പിന്നെ അവിടെ പോണേലും മാപ്പിനോട് ചോദിക്കണം. അതുകൊണ്ട് നമുക്ക് ഡോറ വേണം. നമുക്ക് കാക്കയിലെ പെങ്കൊച്ചു മതി. നെയ്യപ്പം കിട്ടും ഫ്രീ ആയിട്ട്. എപ്പോഴും നെയ്യപ്പം കാണും കയ്യില്. സത്യത്തിൽ ആ പാട്ടൊക്കെ എല്ലാ അമ്മമാരും വെച്ചു കൊടുക്കുമായിരിക്കും യൂട്യൂബില്. ആ പാട്ട് കേൾക്കാനേ. ഇപ്പൊ വണ്ടി ഓടിപ്പീരാണ്, ഭയങ്കര വണ്ടി ഓടിപ്പീരാണ്. ഇങ്ങനെ തുപ്പൽ വെച്ചോണ്ടിരിക്കും. ഒരു വട്ടം ഒരു ദിവസം ഇങ്ങനെ ഒലിച്ചൊലിച്ചും കഴുത്ത് വരെ പോയി. വണ്ടി പൊട്ടിച്ച് തുപ്പല്. ബിച്ചോണ്ടൻ നമുക്ക് ബോംബെ നിന്ന് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് ബിച്ചോണ്ടനോട് വിളിച്ചിട്ട് വേണം നമുക്ക് നേരെ തെമ്മലിലോട്ട് പോവാൻ. അപ്പോ നമ്മുടെ ചോറൂണിന് ചേച്ചി വന്നിട്ടില്ല, ചേച്ചി കൂടി വരണമെന്നുണ്ടായിരുന്നു. ബിച്ചോണ്ണെ ബൈദപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ വീട്ടിലൊന്ന് വന്ന് നമ്മൾ ഒരു ദിവസം എല്ലാവരും കൂടി ബോംബെ വന്നിട്ട് മലയാളം മൃദുല പറഞ്ഞ ചേച്ചി, മൃദുലയുടെ വല്യമ്മയുടെ. പിന്നെ നമ്മളെ വണ്ടി ചേട്ടൻ കണ്ടിട്ടില്ല, ഇതില്ല ബുക്ക് ചെയ്യുന്ന വീട്ടിൽ അമ്പൂട്ടം മുടിഞ്ഞ കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ ഭയങ്കര കുരുത്തക്കേടാ. ഇപ്പം ഒരടുത്ത് അടങ്ങി ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കത്തില്ല. ഞൂന്ന് ഇറങ്ങി പോവാ. പണ്ടാരും നമ്മൾ കമന്റ് ചെയ്തായിരുന്നു, നിങ്ങൾ ഇപ്പോഴല്ല അനുഭവിക്കാനായിട്ട് പോകുന്നത്, ചെറുക്ക് ഇച്ചിരി കൂടി ആവുമ്പം അപ്പൊ ഒരിടത്ത് ഇരിക്കത്തില്ല, ഞൂന്നിറങ്ങി പോവും. ഇത് കണക്ക് സമാധാനമായിട്ട് ഇരിക്കത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ലെന്ന്. അത് ഇപ്പോഴാണ് അത് ഫേസ് ചെയ്യുന്ന. ഒരു രക്ഷയില്ല. ഇവിടെ അവന് വഴക്ക് പറയുന്നത് നന്നായിട്ട് അറിയാൻ വഴക്ക് പറയാം കേട്ടോ. അത് മിണ്ടായിരിക്കുന്നവൻ. ചിരി വരുന്നല്ലേ. മുടിഞ്ഞ ട്രാഫിക്കാണ് ഗൈസ്, എനിക്കറിയത്തില്ല. നമ്മൾ ട്രിവാൻഡ്രം ടു കൊട്ടാരക്കര വരുന്ന ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സ്ഥലമാണ് ഒന്ന് പോത്തങ്കോട്, പിന്നെ അത് കഴിഞ്ഞ് വെഞ്ഞാറമൂട്, അയ്യോ പിന്നെ ആയൂര്. ഈ 3 സ്ഥലം ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി ഭ്രാന്തെടുക്കും. എന്നെ എപ്പോഴും വിളിപ്പിക്കരുത്. അത്ര ഇല്ല പോട്ടാ. നമ്മൾ പാലാച്ച വീട്ടിൽ കയറി കേട്ടോ. അപ്പം അവിടെ ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിട്ട്. ശകലം ചോറിച്ചിരി ചൂടുണ്ടായിരുന്നു. ഒമ്പോട്ട കൈ നല്ല ഗ്യാപ്പ് ഇട്ടാ മൃദുല നിർത്തിയിരിക്കുന്നത്. എത്തിയ ഫ്രൈഡ് റൈസിൽ ഒരു പിടി, അപ്പോഴും നിലവിളിച്ച് കരഞ്ഞ് ഒട്ടും കൂടെ ചെയ്ത്. പിന്നെ അവിടെ ഇരുത്തിയില്ല കൈസ്. പിന്നെ കഴിച്ചു ഇച്ചണ്ണന്റെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളത് എത്തിയിട്ടുണ്ട്. കുഞ്ഞിന് ചോറ് കൊണ്ട്. അപ്പം നമ്മൾ ലേറ്റ് ആയി പോയണ്ണ. മുടിയൊക്കെ വെട്ടിയണ്ണ. ഇത് മറ്റേ സൂര്യ സ്റ്റൈല്, മറ്റേ കങ്കുവ സൂര്യാണ്. അതന്നെ കങ്കുവ സ്റ്റൈല്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ട്രെയിൻ യാത്രയൊക്കെ? നല്ല ബോറായിരുന്നു. അതൊക്കെ ഇരിക്കട്ടെ. നമ്മളെ വണ്ടിയുടെ ഇപ്പൊ അകത്ത് കയറി, പുറത്ത് നമ്മൾ കണ്ടില്ല, ഇരുട്ടായി പോയി. വണ്ടി കേറിയതേ ഉള്ളു ഇപ്പൊ. നല്ല ഉയർത്തി നല്ല പൊക്കത്തി ഇരിക്കല്ലേ. ചേച്ചി ജോലി ഉണ്ടല്ലേ? ചേച്ചി ജോലി തിരക്കോട്ട് വരാൻ പറ്റിയില്ല. ഓക്കെ, വരും ചേച്ചി വരും. ഇനി നമ്മൾ അങ്ങോട്ട് പോകും. ഇപ്പൊ നമുക്ക് നേരെ ഡ്രസ്സ് എടുക്കാൻ പോവാം സുഹൃത്തുക്കളെ. ഡ്രസ്സ് എടുത്തിട്ട് നേരെ തെമ്മലയിലോട്ട്. പിന്നെ കഴിക്കണ്ടേ? ട്രെയിനിൽ നിന്ന് വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ലല്ലോ, കണക്കായിരുന്നു. ഓക്കെ ലെറ്റ്സ് ഗോ. കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നേനാ. എനിക്ക് അമ്പൂട്ടിനും ഒരേ കളർ ഡ്രസ്സാട്ടോ. കളർ സെലക്ട് ചെയ്തില്ലേ? അതിപ്പോ സെലക്ട് ചെയ്യാലോ. സൈലന്റ് ആണല്ലോ. നല്ല ഉറക്കമായിരുന്നു. നമുക്ക് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ചോറ് കൊണ്ടുണ്ടായി. ഇപ്പൊ നിനക്ക് ഇന്ന് ചോറില്ല. ഇനി ഒരു വർഷത്തേക്ക് ഒന്നും തിന്നണ്ട.
അവൻ ഇനി 8 മാസമൊക്കെ ആകുമ്പോഴേ ഞാൻ ചോറ് നല്ലോണം കൊടുക്കും. അതുവരെ അവൻ പാല് കുടിച്ചാൽ മതി. പിന്നെ ചോറ് കൊടുക്കുന്നത് അതൊരു ചടങ്ങ്. അല്ല, അതായത് കുറുക്ക് കൊടുക്കണ്ടേ? കുറുക്ക് ചോറ് ഇപ്പഴേ കൊടുക്കണ്ട. ചോറ് പിന്നെ ഡോക്ടർ പറഞ്ഞ് മിക്സിയിലൊക്കെ അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. കൊടുക്കാവോ? 1-2 വയസ്സ് വരെ. ചേട്ടാ ഷർട്ട് തപ്പുക. ചേട്ടൻ നല്ല പൊളപ്പനായിരിക്കണം. ചേർക്ക ഇട്ട ചോറൂണാണ്. തിളങ്ങണം. അതേ കളർ എനിക്ക് ഒപ്പിച്ചേരണം. പിന്നെ എനിക്ക് അതേ കളർ ബ്ലൗസും വേണം. അത് ഈ ലിസ്റ്റിൽ ഇല്ലാത്തതാ. അത് കൊള്ളാം. ബ്ലൂ അതേ മോഡല്. ഇതാകുമ്പോ എനിക്കും കിട്ടുമല്ലോ വലുത്. ഈ കളറൊക്കെ കിട്ടും. എത്ര വയസ്സിന്റെയാ ഇത്? പക്ഷേ ഇത് വയസ്സ് അവൻ ഇട്ട് കഴിഞ്ഞ് അവന് പിന്നെ മുണ്ട് കൊടുക്കണ്ട. 15 കേസുള്ളട്ടോ. പക്ഷെ അവനെ ഇനി കിടക്കുവേ. ഇത് പാവാടയായിപ്പോ. നമുക്ക് ഇത്ര പരിപാടി ഉടനെ ഉണ്ട്. 2 ദിവസത്തിനകത്ത്. അയ്യോ, എന്റെ കൊച്ചിന് പാവാട കേട്ടാ അത്. നമുക്കിവിടെ കട്ട് ചെയ്തടിക്കാൻ വല്ല വകുപ്പുണ്ടോ? ഇവിടെ റെഡിയാക്കി തരുമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോ എത്ര വയസ്സിന്റെന്ന് പറഞ്ഞേ? ഇതിന്റെ ചെറുതില്ല. കാണും. പിന്നെ ഇല്ലാതെ കമ്പനി തപ്പി എടുക്കേട്ടാ. നമുക്ക് സമയം ഒരുപാടുണ്ട്. അമ്പൂട്ടായി ചേച്ചി ബോംബെന്ന് വിളിക്കേ. പില്ലു എന്ന് വെച്ചാൽ വാവയെന്നില്ലാണ് പറയുന്ന അവിടെ. വാവ പില്ലു എന്ന് പറയുമ്പോ ഒരു പ്രത്യേക ചിരിയുണ്ട്. അയ്യോ, ഭയങ്കര ചിരി. അതറിയാം കേട്ടോ. ഭയങ്കര സന്തോഷോ. എന്ത് ഹാപ്പിയാ. മാവന്റെ ഭയങ്കര സന്തോഷം. വന്നു പില്ലു ചേച്ചി വന്ന്. ഹായ് ചേച്ചി. ചേച്ചി ഓക്കെ. ചേച്ചി ഓഫീസൊക്കെ കഴിഞ്ഞ് പോവാട്ടോ. ചേച്ചി ഉണ്ടായിരുന്ന നൈസായിരുന്നു. ഫില്ല് താണ്ടേ. അപ്പൊ നമ്മുടെ ഇവിടെ ഷർട്ടുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഒരു വയസ്സിന്റെയാണ്. ചേട്ടാ കളർ നോക്കണ്ട. അവന് സൈസ് ഉള്ളത് എടുത്തോ. കുഴപ്പമില്ല. ഞാനത് ഏത് കളറായാലും ഞാൻ അതിൽ സംതൃപ്തി അടഞ്ഞോളാം. കുഴപ്പമില്ല. ഗോൾഡൻ കളറൊക്കെ കിട്ടും. ഗോൾഡൻ കളർ ഇവിടെ പിന്നെ ചില ആൾക്കാരൊക്കെ ഈ മുണ്ടൊക്കെ ഉടുക്കും. കൈ മുണ്ട് കൊടുത്ത് ഉടുപ്പില്ലാതെയാണ് ചോറ് നടത്തുന്നത്. ചോറ് കൊടുക്കുമ്പോ ഉടുപ്പില്ല. പിന്നെ എന്തിനീ ഉടുപ്പ് വാങ്ങുന്നത്? ചോറ് കൊടുത്ത് കഴിഞ്ഞ് കുഞ്ഞിന് ഉടുപ്പിടണ്ടേ? ഇടണോ? വീഡിയോ ഒന്നും എടുക്കണ്ടേ? അങ്ങനെ എന്തെങ്കിലും വലുതാകുമ്പോഴത്തില് 2 വയസ്സാകുമ്പോ ഇടാ. അതുകൊണ്ടേ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഓരോ പ്രാശനെ. ഇതൊക്കെ എന്തോ കൂറായിട്ട് വരുവാട്ടത്. ഞാൻ പറഞ്ഞ കേൾക്കുന്നതിന് ഞാൻ പറഞ്ഞു ഒരു കയ്യിലിടാനാ. നീ ഈ 2 കയ്യിലിട്ട് ഒരെണ്ണത്. ഇത് സത്യം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് എങ്ങനെയുണ്ട്? ഇത് മറ്റേത് ദൃഷ്ടിദോഷത്തിന്റെ അല്ലേ? അമ്പൂനാണേ ശരി. വിഗ് എടുത്ത് വെച്ചിട്ട് അതേപോലെ നിൽക്കാം. ഉറപ്പാണ്? പടി ചേട്ടാ. അതുകൊണ്ട് വിഗ് എടുക്കാൻ പോകും. ഫിക്സറാ. ഈ പ്രതിമയെ കൊണ്ട് എറണാകുളത്തോണ്ട് ഹെയർ ഫിക്സ് ചെയ്തേന്ന് തോന്നുന്നു. നല്ലതാണോ? അങ്ങനെ ഓ അതല്ലേ അങ്ങനെ നമ്മൾ തുണിക്കട ചെലവേ നമ്മൾ ഇട്ടിട്ടിറങ്ങി ചെലവാ. എല്ലാം പറയുന്നില്ല. ചില ആൾക്കാരുണ്ടല്ലോ നമ്മൾ ഒരുപാട് എടുത്തിടുമ്പോഴേ ഏട്ടാ എങ്ങനെയാണ് നമ്മൾ പോണെന്ന് വിചാരിച്ചു. അല്ല ചേട്ടാ അങ്ങനല്ല പറഞ്ഞത്. എനിക്ക് ഇന്ന് അപ്പുറത്തെ അമ്മയുടെയിലോട്ട് കൊടുത്തിട്ട് ഞങ്ങളൊന്ന് കഴിക്കാൻ പോയി. അതിന് പോയ പുറേ വാലറിയോ. എല്ലാരും ഇരിക്കത്തില്ല കേട്ടോ. അവനറിയാം. നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കും അൻപൂനും ഒരേ കളർ ഡ്രസ്സ് കിട്ടിയില്ല. കിട്ടിയോ? അല്ല ആദ്യം നിങ്ങൾ കണ്ട മഞ്ഞയില്ലേ? അതല്ല കേട്ടോ, വേറെ കളറാണ്. അത് ഏത് കളറാണെന്ന് നമ്മൾ അന്ന് കാണാം. ചോറുടുപ്പിന് കാണാം. ദോശ കഴിക്കാം. എടി ഈയിടയ്ക്ക് കണ്ടായിരുന്നോ ഏതോ നോൺ വെജ് കഴിച്ചിട്ട് എനിക്ക് അരുൺ ചേട്ടൻ അയച്ചു തന്നെ. ദോശ കഴിച്ചിട്ട് എന്തോ ആരോ
ഫുഡ് പോയിസൺ അടിച്ച് മരിച്ച അറിഞ്ഞായിരുന്ന മസാല ദോശ കഴിച്ചിട്ട് ഫുഡ് പോയിസൺ അടിച്ചിട്ട് സത്യം ഇപ്പൊ ദോശ പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാണ് ഗൈസ് സീരിയസ്ലി. ഓ ഇവിടെ റിനോവേറ്റ് ചെയ്തല്ലോ കൂടുതലേ. എന്താ ഇവിടെ സ്മാൾ ഓണിയൻ ഡിസ്പ്ലേ ഒക്കെ വെച്ച് തുടങ്ങിയല്ലോ. ഓ പൊടി ഇഡലിയെ കൊണ്ട് കേട്ടോ. പാനിപൂരി ആണോ? പാനിപൂരി ട്രൈ ചെയ്യാം അണ്ണാ. പാനിപൂരി ഇന്ന് ഇളവ് തന്നെ. നാളെ ഫംഗ്ഷനും ഇല്ല ഒന്നുമില്ല. ടൊമാറ്റോ ഊത്തപ്പം ഉണ്ട്, ചില്ലി ഇഡലി ഉണ്ട്. ഞാൻ പൊടി ഇഡലി പറയാം. എന്താ പനീർ പൂരി, ആലു പൊറോട്ട. പൊടി ഇഡലി വേണമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ആരും ഓർഡർ ചെയ്തില്ല? ഇല്ല സത്യം പറയാം എന്ത് ഓർഡർ ചെയ്ത ലാസ്റ്റ് ബിരിയാണി ഓർഡർ ചെയ്ത് നമുക്ക് ദോശ. ഞാൻ പൂരി ഓർഡർ ചെയ്തു. രണ്ടുപേരും പൂരി ഓർഡർ ചെയ്തപ്പോൾ എന്റെ വെറൈറ്റി ഓർഡർ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി അങ്ങ് പോയി. നിങ്ങൾ എന്തെങ്കിലും വെറൈറ്റി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. എനിക്ക് ട്രൈ ചെയ്യാം. വേഗം ട്രൈ ചെയ്യും. നമുക്കൊരു പൊടി ഇഡലി കൂടി പറയാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊടി ഇഡലി അവന് കൊള്ളാമോ? ആണ് കുടിയണ ചായ കുടിക്കാതെ റോസ് വാട്ടർ കുടിക്കുന്നവരുണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ ഇളവ്. ഇത് കുറ്റം പറയുകയും ചെയ്യും, ഞാൻ കുടിക്കുകയും ചെയ്യും. എനിക്കിതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പൂരി മസാല ദോശ എനിക്ക് എല്ലാം എനക്ക് 2 ചായ ഉണ്ടായി. എന്തെങ്കിലും കണ്ട കൈയിടല്ലേ. തൊട്ടൊക്കെ നോക്കിട്ട് ഈ ഭൂരിയുടെ നടുക്കുന്ന ആരും പൊട്ടിക്കരുത് കേട്ടോ. ആവി ഉറക്കും കേട്ടോ. അവിടെയും വന്നു കേട്ടോ. ഉമ്മാരി എണ്ണയെന്ന് ഡയറക്റ്റ് എടുത്തോണ്ട് വരുന്നു. ആ മസാല വനത്തിനുള്ളിൽ കയറി ഗൈസ്. അതിൽ എന്തുകൊണ്ട് നിന്റെ നാടിങ്ങനെ ഫോഗ് ഇപ്പൊ പോയാട്ടോ. വീടെടുത്തപ്പം പോയി. അവിടെ ലുക്കൗട്ട് ഏരിയയിലുണ്ടായിരുന്നില്ലേ? അടിപൊളി. മൂന്നാർ വൈബ് കിട്ടുന്നുണ്ടോ? കിട്ടിയില്ല. ഗ്ലാസ് ഒക്കെ തുറന്നു വേണ്ട പൂച്ചയേറും. ഇതാരിത്? മൈലാഞ്ചി. ഇതാരും മുടി വെട്ടി തന്നെ. അവള് തന്നെ വെട്ടിക്കൊളവാക്കിയത് ലാസ്റ്റ്. ബാർബറാണ് ഇങ്ങനെ വെട്ടി തന്നെ. പുള്ളി കണ്ണൂടായിരുന്നോ? ഇത് സ്റ്റൈൽ. ഇത് മറ്റേ പ്രേമലൂല നമ്മളെ അത് ട്രൈ ചെയ്ത് എല്ലാവരുടെ അവസ്ഥ ഇതാട്ടോ. ഫുൾ ഐസ്ക്രീം. മൈലാഞ്ചി. എന്താ വേണം നിനക്ക്? ഇതിലേത് വേണം? നിനക്കില്ലല്ലോ ഐസ്ക്രീം. നീ എണ്ണ ഐസ്ക്രീം തിന്നെ. ഞാൻ പോ. നീ ഉണ്ടാകുമ്പോ നീ ഐസ്ക്രീം തിന്നെ. അലിഞ്ഞു പോയാ? അലിഞ്ഞു പോയാ അത് ഗ്ലാസ് ഇട്ടിട്ട് അടിച്ചിട്ടും കുടിച്ചാൽ മതി. അപ്പൊ മാംഗോ ജ്യൂസ് കണ്ടോ. മാംഗോ ഐസ്ക്രീമിൽ നിന്ന് മാംഗോ ജ്യൂസ്. സൂപ്പർ. നിന്റെ അനിയത്തെ അനിയനും എന്ത്? നാളെ 41 മറ്റന്നാ കുഞ്ഞിന് ചോറൂണ്. അമ്മയുടെ കൂടെ കുറച്ച് ദിവസം ഇവിടെ ആളുണ്ടായിരുന്നല്ലേ? കുറച്ച് ദിവസം അർച്ചന ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ ചേച്ചിയുടെ മരുമോള് നമ്മുടെ ഇടയ്ക്ക് ഇവിടെ വന്നായിരുന്നു. അന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അല്ല, നമ്മുടെ ഇടയ്ക്ക് ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ വന്ന് ഇതിന് ഇടയ്ക്ക് അല്ലാണ്ട് ഒരു ദിവസം ഇത് ബോംബെ എക്സ്പോർട്ട് ചെയ്തേ. മഞ്ഞ അത് കൊള്ളാം. സൂപ്പർ. ടേസ്റ്റ് ചെയ്ത് പോട്ടെ. ഒരു പ്ലേറ്റ് തിന്നാല് മൊത്തം വരും. ഞാൻ ഇനി എടുക്കത്തില്ല കേട്ടോ ഓടുന്നത്. എനിക്കും വേണം. ഇപ്പോഴാണ് സൂപ്പർ ആയത്. കിട്ടില്ല. കഞ്ഞിയാണല്ലോ ഇവിടെ കഞ്ഞി. നമ്മളെ വിശന്നത് കൊണ്ട് ഷോപ്പിംഗ് ചെയ്ത് വിശന്നത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് കയറി കഴിച്ചു. ഇവിടെ എന്തുവാ ഇത് കപ്പലിന്റെ കാര്യം വെച്ചെന്ന്. ഇന്ന് നമ്മൾ പോയി ചടങ്ങുകളൊക്കെ കഴിഞ്ഞ കേട്ടോ. ഇന്നലെ പിന്നെ ഭയങ്കര ടയർഡായിരുന്നു. ഇന്നലെ കിടന്ന് ഉറങ്ങി. എനിക്ക് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് രാവിലെ എണീറ്റു. നമ്മൾ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നാളെയാണ് നമ്മൾ കുഞ്ഞിൻ്റെ ചോറൂണ്. നാളെയാണ്. അപ്പം നാളെ ഫുൾ ആളായിരിക്കും വേണ്ടി. ചായയും കടിയൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് രണ്ടാമത്തെ എണ്ണം ഉറങ്ങി. എൻ്റെ കയ്യിലായിരുന്നു അവൻ. ഈ ഡ്രസ്സ് ഓർമ്മയുണ്ടോ ഗൈസ്?
ഞാനിത് എടുത്തപ്പോഴേ എന്റെ മനസ്സിൽ ഇത് അവളുടെ ഉടുപ്പ് കുഞ്ഞിലെത്തെ നോക്കി ഇവിടെ സെയിം കളർ ഇരിക്കുന്ന 2 ഫ്രോക്ക്. ശരി നിനക്കില്ല, നിനക്കിതാ നല്ലത്. അവള് കിടക്കുന്ന കണ്ടാ കൈ കിടിലോടെ കിടിലോ ഒരു ഉമ്മോട് ഉമ്മോട്. ചേട്ടന്റെ സ്നേഹം. അയ്യോ കോഴിയൊക്കെ പിടിക്കാൻ പോകുന്നവനൊക്കെ ഓടുന്നു കൊച്ചിന്റെ പുറയില്. ഇതാണ് അവന് കറക്റ്റ് ഡ്രസ് കേട്ടാ. ഇന്നിട്ട ഡ്രസ് ഭയങ്കര വലുതായിരുന്നു സീരിയസ്ലി. ഈ ഡ്രസ് ഇത് അവക്ക് കറക്റ്റ്, ഇത് അവന് കറക്റ്റ്. ഓ വയ്യ. ഭയങ്കര സ്നേഹം. എന്ത് 4 കൊച്ചുമക്കളൂടെ അച്ഛന്റെ 4 കൊച്ചുമക്കളും തായ എന്താ കളിപ്പാട്ടോ ഒറ എവിടുന്ന് ഇത് എവിടുന്ന് എവിടുന്നൊക്കെ എനിക്ക് അടി കൊള്ളുന്നു. ഇവിടെ വന്ന് ചുമ്മാ ചായ കുടിച്ചോണ്ടിരുന്നത് മതി. ഏത് ഭാഗത്തു നിന്നൊക്കെ അടി കൊള്ളുന്ന തമ്പുരാൻ അറിയാം. ഈ പെണ്ണുണ്ടല്ലോ ഇവിടെ വെറും ചട്ടപ്പിയാ. ഇവിടെ ഇങ്ങനെ ഇരുന്നാലും മതി, നല്ല അറിഞ്ഞിട്ട് വരും മുഖത്ത്. എന്നെ നോക്കിക്കോളൂ ഭയങ്കര ഭയങ്കര ചിരി. ഇതൊക്കെ എങ്ങോട്ട് ഓടുന്നതൊക്കെ ഊരിക്കൊറി ചൂടെടുക്കുന്നത്. രണ്ടാമത്തെ ഡ്രസ്സറേ ബ്ലാക്ക് ബ്യൂട്ടി. നീ ഐറ്റം ഡാൻസിന് പോണോ? നീ ഐറ്റം ഡാൻസിന് പോണോ? ഇങ്ങനെ കുനിഞ്ഞ് നാളെ വരണോ? ഐറ്റം ഡാൻസിന് പോവാണോ? ഇതെങ്ങനെ ഉണ്ടമ്മ? അവര് അന്നൊരു കറുപ്പ് ടീഷർട്ട് ഇട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ആണ് കറുപ്പ് ആദ്യമായിട്ട്. പിന്നെ എന്റെ കൊച്ചു ആങ്കൊച്ചോ കേട്ടോ, മതി കേട്ടോ കളിച്ചത്. മതിയേ. അപ്പൊ നാളെ നമ്മുടെ തന്നെ ഷോറൂമാണ്. അപ്പം നാളെ നമുക്ക് പൊളിക്കണം. നാളെ നല്ല അടിപൊളി കുപ്പായൊക്കെ ഇട്ട് കൊട്ടാരക്ക അമ്പലത്തേക്ക് അണവിയുടെ പോയി ചോറൊക്കെ തിന്ന് നല്ല അടിച്ച് പൊളിച്ച് നല്ല വൈബാക്കണം. നിങ്ങൾ വീഡിയോയിൽ കമന്റ് ചെയ്യുന്നുണ്ട് അമ്പൂട്ടം വലുതായി പെട്ടെന്നാണല്ലോ അമ്പൂട്ടം വലുതായി. അല്ല ചിരി കൊണ്ട് തോന്നുന്നുണ്ട്. മൃദുല എപ്പോഴും പറയും നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെ ഒഴിക്കണുണ്ടോ എന്നൊക്കെ പറയാൻ കേട്ടില്ല. അങ്ങനെയുള്ള അന്ധവിശ്വാസമൊന്നും അല്ല, എന്നാൽ പോലും ഒരമ്മ എന്നുള്ള നിലയിൽ അവൾക്ക് കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഇനി ഇതിലുള്ള ബൈ.